കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 5th സെമസ്റ്റർ BA എക്കണോമിക്സുകാരുടെ കോർ കോഴ്സായിട്ടുള്ള ഫിസിക്കൽ എക്കണോമിക്സിലെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഫെഡറൽ ഫിനാൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 4 മൊഡ്യൂളുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ BA എക്കണോമിക്സ് 5th സെമസ്റ്ററുകാർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യാം. സോ നമ്മൾ ഫെഡറൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ, ഇൻ എ ഫെഡറൽ സിസ്റ്റം എ കൺട്രി ഹാസ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഗവൺമെൻറ്. ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഈസ് ദ സെൻട്രൽ ഓർ ഫെഡറൽ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഗവൺമെൻറ്റിന് 2 തരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട്. നമുക്കറിയാം, സെൻട്രലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ആ ടോപ്പ് മോസ്റ്റ് ലെയറിനെയാണ് സെൻട്രൽ അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. Some federations also have local or municipal governments within each states. അതുപോലെ ഈ ഫെഡറേഷൻസിനൊക്കെ തന്നെ ലോക്കൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ഗവൺമെൻറ്റ്സ് ഒക്കെ തന്നെ ഓരോ സ്റ്റേറ്റുകൾക്കുമുണ്ട്. അതുപോലെ തന്നെ ദാറ്റ് ഡിസ്കഷൻസ് ടിപ്പിക്കലി ഫോക്കസ് ഓൺ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഇനി ഇതിൻ്റെ സ്പെസിഫിക് പവേഴ്സും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദ സ്പെസിഫിക് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഗവൺമെൻറ് ലെയേഴ്സ് ക്യാൻ വാരി ഇൻ ഡിഫറെൻറ്റ് ഫെഡറേഷൻസ്. In some countries, states surrender certain power to federal governments while retaining sovereignty in other matters. അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല കൺട്രീസിലും നമുക്കറിയാം, അതായത് സെൻട്രലിന് കുറച്ച് പവേഴ്സ് ഉണ്ട്, സ്റ്റേറ്റിന് കുറച്ച് പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെൻട്രലിൻ്റെ പവേഴ്സ് ഒന്നും സ്റ്റേറ്റിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റേതായിട്ട് കൊടുക്കുന്ന കുറച്ച് പവേഴ്സ് ഉണ്ട്. സോ അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രീസിലും അല്ലെങ്കിൽ ഭൂരിഭാഗം കൺട്രീസിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്സിന് ഒരു കുറച്ച് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ ഗവൺമെൻറ്റും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പവർ ക്യാരി ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദേ മൈറ്റ് ഡെലിഗേറ്റ് ഡിഫൻസ്, കറൻസി ആൻഡ് ഫോറിൻ റിലേഷൻസ് ടു ദി ഫെഡറൽ ഗവൺമെൻറ്. അതായത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണിത്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ചുമതലകൾ ഉണ്ടാവില്ല, അതായത് ഡിഫൻസ്, കറൻസി, അതുപോലെ തന്നെ ഫോറിൻ റിലേഷൻസിൻ്റെ കാര്യം നോക്കുക. ഇതൊക്കെയാണ് ഫെഡറൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അതായിരിക്കും ഇതൊക്കെയാണ്, ഈ ഫംഗ്ഷൻസ് ഒക്കെ ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഫെഡറേഷൻ ഫോമിനെ സംബന്ധിച്ച് ഈ സെൻട്രൽ ഗവൺമെൻറ്, റീജിയണലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഒക്കെ തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു കൺട്രിയിൽ ഒരു സെൻട്രൽ മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ സെൻട്രലിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലേക്ക് കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. So this often indicates regional disparities or differences in a large country. Federations are particularly suitable for countries with a distinct ethnic and cultural groups living in a separate regions. അതായത് പല റീജിയണിൽ താമസിക്കുന്ന, അതായത് പല രീതിയിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എത്നിക്കും കൾച്ചറും ഒക്കെ ഉള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഈ ഫെഡറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ കൺട്രിയിൽ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. ദിസ് സിസ്റ്റം അലൗസ് ദീസ് ഗ്രൂപ്പ്സ് ടു മെയിൻറ്റെയിൻ ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് കോപ്പറേറ്റ് വൈൽ പ്രോഗ്രസിങ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫെഡറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, അവരുടേതായിട്ടുള്ള രീതിയിൽ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാനും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫെഡറേഷൻ എന്നുള്ള രീതിയിൽ ഇത് മാറുന്നത്. ഡിഫറെൻറ്റ് ഫെഡറേഷൻസ് ക്യാൻ വാരി ലെവൽസ് ഓഫ് കൊഹെൻഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദിയർ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസസ് ആൻഡ് ഇവോൾവിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് എൻറ്റിറ്റീസ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഇന്ത്യനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ എ ഫെഡറേഷൻ ലൈക്ക് ഇന്ത്യ ദർ ആർ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ബട്ട് ദേ കനോട്ട് ഡു വാട്ട് എവർ ദേ വാണ്ട്. അതായത് നമ്മൾ ഇന്ത്യ പോലുള്ളൊരു കൺട്രിയിൽ പല ഗവൺമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ആ ഗവൺമെൻറ്റിനൊക്കെ തന്നെ ഇപ്പോൾ സെൻട്രലിൻ്റെ ഒരു ഇതില്ലാതെ സ്റ്റേറ്റിന് എന്ത് തോന്നിയവാസം ചെയ്യാമെന്നുള്ളൊരു സംഭവമില്ലല്ലോ. അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. റൂൾസ് ആർ സെറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ലിമിറ്റ് ദെയർ പവർ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള, അതായത് ഏത് ഗവൺമെൻറ്റിൻ്റേതായി കഴിഞ്ഞാലും അവരുടെ പവർ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ റൂൾസ് ഒക്കെ തന്നെയുണ്ട്.
Some rules say what each layer can do, like central government handling certain things and state governments handling others. അതായത് ഈ റൂൾസ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നൊക്കെ തന്നെ പറയുന്നത്. ദ വേ ദീസ് റൂൾസ് ആർ റിട്ടൺ ക്യാൻ വാരി ആൻഡ് സംടൈംസ് ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഈവൻ ചേഞ്ച് ദ ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ്. അതായത് ഈ റൂൾസൊക്കെ തന്നെ റിട്ടേൺ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ സ്റ്റേറ്റിൻ്റെയൊക്കെ തന്നെ ബൗണ്ടറിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. ദ കീ ഈസ് ടു കീപ്പ് എ ബാലൻസ് ഓഫ് പവർ ആൻഡ് റിസോഴ്സസ് ബിറ്റ്വീൻ ദ ലെയേഴ്സ്. അതായത് ഈ സെൻട്രലിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്, ഈ ലെയേഴ്സ് എന്ന് പറയുന്നത് ഈ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രീതിയിലുള്ള ഒരു പവർ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ റിസോഴ്സസ് ഒക്കെ ബാലൻസ് ചെയ്യാനൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ദിസ് ബാലൻസ് ചേഞ്ചസ് ഓവർ ടൈം ആൻഡ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിഫറെൻറ്റ് റീസൺസ്. What most is how these rules are followed and how everyone works together. That's what make a federal system works well. അതായത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂൾസ് കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഒരു കോപ്പറേഷനിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഒരു ഫെഡറൽ എന്നും എന്താണ് ഒരു ഫെഡറേഷൻ എന്നും എന്താണ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നും സെൻട്രൽ എന്നും ഒക്കെ മനസ്സിലാക്കി നമ്മൾ ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരും, സെൻട്രലിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരും, ഇവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ, അതായത് ഇവർ തമ്മിലൊരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കൺട്രി നല്ല സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ, എഫിഷ്യൻ്റ് ആയിട്ട് പോവുള്ളൂ. അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫെഡറലിസത്തെ കുറിച്ചിട്ടാണ്. പ്രൊഫസർ ബി അഡോക്കർ ആണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഫെഡറൽ ഫിനാൻസിൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഫെഡറലിസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ഒരു ഫെഡറൽ സിസ്റ്റത്തിനെ സംബന്ധിച്ച് ബോത്ത് സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള സോഴ്സസും ഇൻകവും ഫണ്ടും ഒക്കെ തന്നെ ഉണ്ടാവും. അത് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവ് റോൾസിനും റെസ്പോൺസിബിലിറ്റിക്കും അനുസരിച്ചിട്ടായിരിക്കും. They should be financially independent within their own areas of authority. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അഡീഷണലി ഈച്ച് ഗവൺമെൻറ് ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ റേസിംഗ് ദ ഫണ്ട് നീഡഡ് ഫോർ ഇറ്റ്സ് ഫങ്ഷൻസ്. അതായത് ഓരോ ഗവൺമെൻറ്റാണ് അവർക്ക് വേണ്ട രീതിയിലുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ തന്നെ റൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടാക്സ് സെൻട്രലിൻ്റെ രീതിയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് രീതിയിലും ഇമ്പോസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻകം ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പെട്രോൾ പറയുന്ന ഒരു ഉൽപ്പന്നത്തിന് ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. ആ ഫിക്സഡ് റേറ്റിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വരുന്നുണ്ട്, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യാനുള്ള ഇൻകം അവർ ഈ സോഴ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതൊരു എക്സാമ്പിളാണ്. സോ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ authority that spends money should also be responsible for raising it through taxes and borrowing. This ensures that financial autonomy and responsibility go hand in hand. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആഡിക്വസി ആൻഡ് ഇലാസ്റ്റിസിറ്റി ആണ്. Adequacy means that both the central and the state governments should have enough resources to fulfill their duties and responsibilities. There should be sufficient funds for their functions. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സെയിം സാധനം തന്നെയാണ്. അതായത് റിസോഴ്സസ് കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഫുൾഫിൽ ചെയ്യാനുള്ള രീതിയിലെല്ലാം വേണം. അതുപോലെ സഫിഷ്യൻറ്റ് ഫണ്ട് വേണം അവരുടെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ദീസ് റിസോഴ്സസ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് കാപ്പബിൾ ഓഫ് എക്സ്പാൻഡിങ് ടു മീറ്റ് ഗ്രോവിങ് നീഡ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഈ ഫണ്ട് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ അവരുടെ നീഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലും ഫുൾഫിൽ ചെയ്യാനുള്ള രീതിയിലുള്ള ആ ഒരു ഫണ്ട്, അതായത് ആ ഫണ്ട് ക്യാപ്പബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഫണ്ട് ഇലാസ്റ്റിസിറ്റി ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പോയിന്റ് ഉണ്ടാകും ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്. അതായത് ഇപ്പോൾ ഡ്യൂറിങ് എക്കണോമിക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്രൈസിസിൻ്റെയൊക്കെ സമയത്ത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആഡിക്വസി ആൻഡ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കണം ഫെഡറലിസം എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്കോണമി ആൻഡ് എഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ്. മാക്സിമം അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ കോസ്റ്റുകളൊക്കെ തന്നെ മിനിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വയ്ക്കുക, ഫിനാൻഷ്യൽ മാറ്ററിൽ അങ്ങനെയൊന്നും വരാതിരിക്കുക, അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ട്രേഡ് അല്ലെങ്കിൽ കറപ്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്ത് നിൽക്കുക, അതുപോലെ തന്നെ എല്ലാ റവന്യൂ സോഴ്സസും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യപ്പെടുക എന്നൊക്കെയാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ആണ്. അതായത് ടാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ഇൻ എ ഫെഡറൽ സിസ്റ്റം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് മൈറ്റ് ഹാവ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് വെൽത്ത്. സോ ദ ടാക്സ് ബർഡൻ ഷുഡ് നോട്ട് ബി ദ സെയിം ഫോർ എവ്രി വൺ. ഇറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഇൻ ദ വേ ദാറ്റ് മേക്സ് ഇറ്റ് ഫെയർ ഫോർ പീപ്പിൾ ഇൻ റിച്ച് ആൻഡ് പുവർ സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ ചില സ്റ്റേറ്റുകൾ റിച്ച് ആയിരിക്കാം, ചില സ്റ്റേറ്റുകൾ പുവർ ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു ഇത്ര റേഷ്യോയിൽ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജിലല്ല അവർക്ക് കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ ടാക്സ് ബേർഡൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടോട്ടൽ ദ ടാക്സ് ബേർഡൻ ഇൻക്ലൂഡിങ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സസ് ഷുഡ് ബി ഈക്വൽ ആസ് പോസിബിൾ ഫോർ എവ്രി വൺ. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ആണ്. ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത് ടുഗെദർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഗവൺമെൻറ്റ്സ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ദേ ഷുഡ് നോട്ട് ബി ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ. ഇൻ്റഗ്രേഷൻ മീൻസ് ദേ ഷുഡ് വർക്ക് ടുഗെദർ ടു പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് അവർ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കണം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ കോർഡിനേഷൻ എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് ജസ്റ്റ് ഇൻ ടാക്സ് but in all financial matters. അടുത്ത് നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. എന്താണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്? 1951 ആർട്ടിക്കിൾ 280 അണ്ടറിലാണ് ഈ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മെയിൻ പർപ്പസ് ഈസ് ടു ഡിഫൈൻ ഹൗ ഫിനാൻസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത് ഈ സെൻട്രലിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും ഷെയർ ചെയ്ത് പോകുന്നത്. ദ ഫിനാൻസ് കമ്മീഷൻ ആക്ട് ഓഫ് 1951 ഔട്ട്ലൈൻസ് ദ റൂൾ ഫോർ ഇറ്റ്സ് കോമ്പോസിഷൻ, അപ്പോയിൻമെൻറ്റ് ആൻഡ് പവേഴ്സ്. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 1951 ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ആക്ട് എന്ന് പറയുന്നത് അതിലുള്ള റൂൾസ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതായത് ഈ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ആ ഒരു റൂൾസ്, കോമ്പോസിഷൻ, അപ്പോയിൻമെൻറ്റ്, ആ പവേഴ്സിനെ കുറിച്ചുള്ള ഉള്ളൊരു റൂളായിട്ടാണ് അത് മാറുന്നത്. ദ കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് എവറി 5 years ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 4 other members. അതായത് ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. അതുപോലെ തന്നെ സോ ഫാർ 15 ഫിനാൻസ് കമ്മീഷൻ ഹാവ് സബ്മിറ്റഡ് ദെയർ റിപ്പോർട്ട്സ്. ഇപ്പോൾ 15 കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഇന്ത്യ ലൈക്ക് ഇൻ അതർ ഫെഡറൽ സിസ്റ്റം ദർ ആർ ഇഷ്യൂസ് ഓഫ് ഇംബാലൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. സോ നമുക്കറിയാം ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടുള്ള അതൊരു ബാലൻസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഇംബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെർട്ടിക്കൽ ഇംബാലൻസ് ഒക്കേഴ്സ് വെൻ സ്റ്റേറ്റ് സ്പെൻഡ് മോർ മണി ദാൻ they can rise in revenue because they are more attuned to the needs of their people. അതായത് ഇപ്പോൾ വേർട്ടിക്കൽ ഇംബാലൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോർ മണി സ്പെൻഡ് ചെയ്യാണ്, അതായത് അവർക്ക് കിട്ടുന്ന റവന്യൂവിനേക്കാളും മോർ മണി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഹൊറിസോണ്ടൽ ഇംബാലൻസിൽ പറയുന്നത് റിസൾട്ട് ഫ്രം ഹിസ്റ്റോറിക്കൽ ഡിഫറൻസസ് ആൻഡ് റിസോഴ്സസ് ഡിസ്പാരിറ്റീസ് അമംഗ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ പ്രൊവിഷൻസിലൊക്കെയാണ് ഈ ഒരു ഇംബാലൻസിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 268 പറയുന്നുണ്ട്. അതായത് അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ലെവി ഡ്യൂട്ടീസ് ബട്ട് അലോ സ്റ്റേറ്റ്സ് ടു കളക്ട് ദ റീറ്റെയിൻ ദം. അതുപോലെ തന്നെ 269, 270, 275, 280, 293 എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഈ ആർട്ടിക്കിൾസിലൊക്കെ തന്നെ ഈ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ഈ റിസോഴ്സസിൻ്റെ ഷെയറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആണ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദീസ് ട്രാൻസ്ഫർ എൻഷുറിങ് ദ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇടയിലുള്ള, അതായത് അവരുടെ ട്രാൻസ്ഫർ ഓഫ് ഈ ഫിനാൻഷ്യൽ റിസോഴ്സസിനെയാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കാണ്. അതുപോലെ തന്നെ അതിനൊക്കെ ഒരു കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ഫിനാൻസ് കമ്മീഷൻ നിൽക്കുന്നത്. ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സംഭവം മനസ്സിലാവും. അതായത് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് പ്രൊസീഡ്സ് ആണ്. അതായത് ഇറ്റ് ഡിസൈഡ്സ് ഹൗ ടു ഡിവൈഡ് ദ മണി കളക്റ്റഡ് ത്രൂ ടാക്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ദിസ് ഡിവിഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് എൻറ്റിറ്റി ടു ടാക്സ് റവന്യൂ. അതായത് ഇപ്പോൾ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, അത് തമ്മിലുള്ള ഒരു ഡിവിഷനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഓരോ എൻറ്റിറ്റീസും ഓരോരുത്തരും ഈ ടാക്സ് റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അതുപോലെ ഗ്രാൻറ്റ്സ് ടു സ്റ്റേറ്റ്സ്. The Finance Commission determined the factors that govern grants given to states to decide amount of these grants. അതായത് സ്റ്റേറ്റ്സിന് നമ്മൾ
ഗ്രാൻസും എയ്ഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ആ തരത്തിലുള്ള എമൗണ്ടിൻ്റെ കാര്യത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങും ഫിനാൻസ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ കൊലാബറേഷൻ വിത്ത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ്. ഇറ്റ് വർക്ക്സ് വിത്ത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ് ടു ഫൈൻഡ് വേ ടു ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് അവൈലബിൾ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് വിത്തിൻ സ്റ്റേറ്റ്സ്. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ തന്നെ കിട്ടാം, അതിൻ്റെ രീതിയിലുള്ള ഇൻക്രീസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് എങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷനും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും തമ്മിലുള്ള ഒരു കോർഡിനേഷനിലൂടെയാണ് അത് ലഭിക്കുന്നത്. സോ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണലി ദ ഫിനാൻസ് കമ്മീഷൻ അഡ്വൈസസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അതായത് ഫിനാൻസ് കമ്മീഷനാണ് പ്രസിഡന്റിന് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലൊക്കെ തന്നെ അഡ്വൈസസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദിസ് ഇൻക്ലൂഡ്സ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഇംപ്രൂവിംഗ് ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫ് ബോത്ത് സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്. അതായത് ഈ ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫ് ബോത്ത് നമ്മുടെ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള ആ ഒരു കണ്ടീഷൻ, ആ ഒരു സിറ്റുവേഷനൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നത്. ദ കമ്മീഷൻ ഓൾസോ കണ്ടക്ട് സ്റ്റഡീസ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദീസ് ഗവൺമെൻറ്റ്സ് ആസ് റിക്വസ്റ്റഡ് ബൈ ദ പ്രസിഡന്റ്. അടുത്ത് നോക്കുന്നത് ഈ സെൻട്രറും സ്റ്റേറ്റും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇൻ എ ഫെഡറൽ സിസ്റ്റം ലൈക്ക് ഇന്ത്യ ദ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ, അതായത് യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണത് പറഞ്ഞിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഔട്ട്ലൈൻസ് എ ഡീറ്റെയിൽഡ് ഫ്രെയിം വർക്ക് ഫോർ ഹൗ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ടാക്സ് പവേഴ്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് എക്സ്ക്ലൂസീവ് പവർ ടു ദ യൂണിയൻ പാർലമെൻറ്റ് ടു. അതായത് യൂണിയൻ ലിസ്റ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് ഹാവ് ദ പവർ ടു ലെവി ടാക്സസ് ഓൺ അതർ സ്പെസിഫൈഡ് ഐറ്റംസ്. അതായത് ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ പവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവറിൻ്റെ ഡിവിഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നടക്കുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ നിന്നും പല ഐറ്റംസിൽ നിന്നും അവർക്ക് എന്ത് കിട്ടുന്നതിൻ്റെ ടാക്സ് കിട്ടുന്നുണ്ട്. സ്റ്റേറ്റിൽ നിന്നും അവരുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസിൽ നിന്ന് അവർക്ക് ടാക്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിവിഷൻ ഓഫ് ടാക്സ് പവേഴ്സാണ് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഫസ്റ്റ് ഫിനാൻഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫെഡറൽ സ്ട്രക്ചറാണ്. ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈസ് പവേഴ്സ് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ പവേഴ്സിന്, അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്. ഈ ജുഡീഷ്യൽ പവർ ഈസ് നോട്ട് ഡിവൈഡഡ്. അതായത് ഇതിൽ ജുഡീഷ്യൽ എന്ന് പറയുന്ന ഒരു പവർ ഒന്നും ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. പക്ഷേ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും എന്നുള്ള അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പവേഴ്സൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ഓൺ ദ സെൻറ്ററിനെ കുറിച്ചിട്ടാണ്. അതായത് ഡെസ്പൈറ്റ് റിഫോംസ് ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം സ്റ്റേറ്റ്സ് ഓഫൺ ഡിപ്പെൻഡ്സ് ഓൺ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ദിസ് reliance on the center for funding continues to be a significant aspect of financial relationship between two levels of government. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭൂരിഭാഗവും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഫിനാൻഷ്യൽ റിസോഴ്സസിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 246 അനുസരിച്ചിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും അവരുടേതായിട്ടുള്ള ലോസ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം 3 ലിസ്റ്റ് നമ്മൾ പറഞ്ഞു, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അനുസരിച്ചിട്ടുള്ള ലോസ് അവർക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ യൂണിയൻ ലിസ്റ്റിനെ സംബന്ധിച്ചത് സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ഓൺ സബ്ജക്ട് ലിസ്റ്റഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ, അതായത് ലോസ് കാര്യങ്ങളൊക്കെ തന്നെ മേക്ക് ചെയ്യാനുള്ള അധികാരമുള്ളത്. അത് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കോർപ്പറേഷൻ ടാക്സ്, കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടീസ്, ഇൻകം ടാക്സ്. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാസ് ദ അതോറിറ്റി ടു മേക്ക് ലോസ് ഓൺ സബ്ജക്ട് ഇൻലിസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? വെഹിക്കിൾസ്, ആൽക്കഹോളിക് ബിവറേജസ്, ലാൻഡ് റവന്യൂസ്, എൻ്റർടൈൻമെൻറ്റ്സ്, ലക്ഷറി ടാക്സസ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ആൻഡ് സെയിൽ ഓഫ് ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഇതിലൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള രീതിയിൽ ലോസ് കാര്യങ്ങളൊക്കെ തന്നെ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സം സബ്ജക്ട്സ് ആർ ലിസ്റ്റഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ് വിച്ച് മീൻസ് ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ക്യാൻ മേക്ക് ലോസ് ഇൻ ദീസ് സബ്ജക്ട്സ്. അതായത് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും? ലോസ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
However, the concurrent list does not include the major taxes. ഇതിനകത്ത് മേജർ ടാക്സസ് ഒന്നല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോസ്, കൺകറന്റ് സബ്ജക്ട്സ് ദ സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ ഈസ് പ്രിവൈൽസ്. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് തമ്മിൽ ഇഷ്യൂസ് നടക്കുകയാണ് ഈ കൺകറന്റ് ലിസ്റ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. അപ്പോൾ ഇതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി GST കുറിച്ചിട്ടാണ് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 101ാമത്തെ അമെൻമെൻറ്റിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നത്, കൺട്രിയുടെ ടാക്സേഷൻ സിസ്റ്റത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത്. എന്തിലൂടെ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതായത് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് GST ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഈസ് ക്രൂഷ്യൽ ആസ് ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് ടു ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഈ GSTനെ സംബന്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുമുള്ള അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടും അവരുടെ ഒരു കോർഡിനേഷനെ കുറിച്ചിട്ടും ഈ ഒരു GSTയുടെ അപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. Before GST, there are multiple taxes imposed separately by the central and the state governments, including service tax, central tax, central excise, customs duty, state VAT, അതുപോലെ തന്നെ leading the confusion and the non-uniformity within the introduction of GST, the concept of one nation, one tax was adopted. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിട്ടുള്ള രീതിയിൽ പല ടാക്സുകളൊക്കെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ GSTയോട് വരവോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, വൺ നേഷൻ, ഒരു രാജ്യം ഒരു ടാക്സ് എന്നുള്ള രീതിയിൽ വരികയാണ്. സോ അണ്ടർ GST ദർ ആർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ടാക്സസ്. അതായത് CGST ഉണ്ട്, SGST ഉണ്ട്, IGST ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CGST എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും, SGST എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും, IGST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമാണ്. സോ നമുക്ക് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ദീസ് കാറ്റഗറീസ് ഡിപ്പെൻഡ് ഓൺ വെദർ ദ ട്രാൻസാക്ഷൻ വിത്തിൻ എ സ്റ്റേറ്റ്, അതായത് ഇൻട്രാ സ്റ്റേറ്റും ഓർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ഇൻ്റർ സ്റ്റേറ്റും എന്നുള്ള രീതിയിലാണ് GST കിടക്കുന്നത്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദീസ് ട്രാൻസാക്ഷൻ ബോത്ത് ദ സപ്ലയേഴ്സ് ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ആർ വിത്തിൻ ദ സെയിം സ്റ്റേറ്റ്സ്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ GST വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയറും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന സാധനവും ഒക്കെ തന്നെ സെയിം സ്റ്റേറ്റിൽ വരുന്നതിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഒക്കേഴ്സ് വെൻ സപ്ലയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് അനദർ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ സപ്ലൈ ടു ബൈ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നാണ് പറയുന്നത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഡിസ്റ്റിങ്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ബിസിനസ് ആൻഡ് ടാക്സ് പേയേഴ്സ് ടു കംപ്ലൈ വിത്ത് GST റെഗുലേഷൻസ്. അപ്പോൾ GSTയുടെ റെഗുലേഷനിൽ വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ എന്താണ് ഇൻട്രാ സ്റ്റേറ്റ്, എന്താണ് ഇൻ്റർ സ്റ്റേറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറഞ്ഞ പോലെ GSTക്ക് 3 മെയിൻ കോമ്പണൻസ് ആണുള്ളത്. അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല. തന്നിരിക്കുന്ന ഈ ഒരു പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഗ്രാൻറ്റ്സ് ഫ്രം ദ യൂണിയൻ ടു സർട്ടൈൻ സ്റ്റേറ്റ്സ്. അതായത് യൂണിയനിൽ നിന്നും പല സ്റ്റേറ്റ്സിലേക്കുള്ള ഗ്രാൻറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് ആർ ലൈക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് ദാറ്റ് ബിഗ് ഗവൺമെൻറ്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സ്പ്ലനേഷൻസ് എന്നുപോലെ 2 ടൈപ്സ് ആണ് ഇതിലുള്ളത്. ഹെൽപ്പ് ഫോർ ട്രൈബൽ ഏരിയാസ്, അതായത് സം ടൈംസ് സർട്ടൈൻ സ്റ്റേറ്റ്സ് ഹാവ് എ ലോട്ട് ഓഫ് ട്രൈബൽ പീപ്പിൾ ഹു നീഡ് സപ്പോർട്ട്. അതായത് ചില സ്റ്റേറ്റുകളിൽ ട്രൈബൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അവരൊന്ന് ഡെവലപ്പായി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഗിവിങ് മണി ടു ദീസ് സ്റ്റേറ്റ്സ് ഫ്രം ടു സേവിങ് ടു ഹെൽപ്പ് ഇംപ്രൂവ് ദ ലൈഫ്സ് ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കൊടുക്കുന്നുണ്ട്. ജനറൽ ഹെൽപ്പിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ central government can also give money to state for other important things like building new schools and hospitals, even if those are not be in the central government's job. This helps states to financial needs to carry our important projects. അതായത് ഒരു ജനറൽ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇപ്പോൾ ഒരു ന്യൂ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതിൻ്റെയൊക്കെ തന്നെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഗ്രാൻറ്റ്സ് എന്ന് പറയുന്നത്
സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ടാണ് പല വേരിയസ് ആയിട്ടുള്ള റീസൺസിൻ്റെ മേൽ കൊടുക്കുക എന്നുള്ളതിനാണ് പറയുന്നത് ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാൻസ് ആണുള്ളത്, സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസും ഡിസ്ക്രിമിനേഷണറി ഗ്രാൻസും. ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസ് എന്ന് പറയുന്നത് ദീസ് ഗ്രാൻസ് ആർ പ്രൊവൈഡഡ് ബൈ ദ പാർലമെൻറ്റ് ടു സ്പെസിഫിക് സ്റ്റേറ്റ്സ് ദാറ്റ് നീഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ്. പാർലമെൻറ്റ് ആണ് പല സ്റ്റേറ്റ്സിനും ഈ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നത്. ദ എമൗണ്ട് ഗിവൺ ക്യാൻ വാരി ഫോർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ് കംസ് ഫ്രം ദ നാഷണൽ ഫണ്ട്. അതായത് ഈ പാർലമെൻറ്റ് കൊടുക്കുന്നത് ഇത് നാഷണൽ ഫണ്ടിൽ നിന്നാണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന ഗ്രാൻസിന് സർട്ടൻ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹെൽപ്പിംഗ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ട്രൈബ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രൈബ്സിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസും കണ്ടീഷൻസും ഉണ്ടാവും വിത്ത് എ ഫോക്കസ് ഓൺ ആസാം. അതായത് നമ്മൾ ആസാമിൻ്റെ കാര്യം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ദ ഫിനാൻസ് കമ്മീഷൻ നീഡ്സ് ടു ഗീവ് ഇറ്റ്സ് ഒപ്പീനിയൻ ഓൺ ദീസ് ഗ്രാൻസ്. അതുപോലെ ഡിസ്ക്രിമിനേഷണറി ഗ്രാൻസ് എന്ന് പറയുന്നത് ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഡിസൈഡ് ടു പ്രൊവൈഡ് ഗ്രാൻസ് ടു സർട്ടൻ സ്റ്റേറ്റ്സ് for public purpose, but this is not mandatory. In the past these grants were even larger than statutory grants. അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സർട്ടൻ പേർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ഈ ഡിസ്ക്രിമിനേഷണറി ഗ്രാൻസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻസിനേക്കാളും വലിയൊരു എമൗണ്ട് ആണ് ഈ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷണറി ഗ്രാൻസ് എന്ന് കൊടുക്കുന്നത്. ദ സെൻട്രൽ ഗവൺമെൻറ് യൂസ് ടു ഡു ദിസ് ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ ഫ്രം ദ പ്ലാനിംഗ് കമ്മീഷൻ വിച്ച് വാസ് ഇൻ ചാർജ് ഓഫ് മേക്കിംഗ് ദീസ് ഡിസിഷൻസ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രൈബ്സ് കാര്യങ്ങൾക്ക് അവരുടെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് ഈസ് ഓൾസോ നോൺ എസ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 2015 ജാനുവരി 1 നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ യൂണിയൻ ക്യാബിനറ്റിൻ്റെ റെസൊല്യൂഷനോട് കൂടിയിട്ടാണ് നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് സെർവ്സ് എസ് ദ പ്രൈമറി പോളിസി തിങ്ക് ടാങ്ക് ഫോർ ദ Indian governments, offering guidance for policy recommendations. NITI Aayog plays a crucial role in shaping long-term policies and programs for the country and provides technical advice to both and central and state governments. അതായത് പലതരത്തിലുള്ള പോളിസീസും പ്രോഗ്രാംസും ലോങ് ടേമിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ഒരു മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓരോ കൺട്രിക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ടെക്നിക്കൽ അഡ്വൈസസ് കൊടുക്കുക, അതായത് സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും. ഇറ്റ്സ് ഗവേണിംഗ് കൗൺസിൽ ചെയർഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഇതിൻ്റെ ഈ ഒരു കൗൺസിൽ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഇതിൽ ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ മെമ്പേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും ഇതിനകത്ത് പെടുന്നുണ്ട്. നീതി ആയോഗ് വാസ് ക്രിയേറ്റഡ് ടു റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചിട്ട്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 2015 നീതി ആയോഗ് വരുന്നത്. വിത്ത് എ ഫോക്കസ് ഓൺ കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നീതി ആയോഗ് വരുന്നത്. Where states collaborate in the national interest, marking a significant change in India's governance structure. ഇന്ത്യയുടെ ഗവേണൻസ് സ്ട്രക്ചറിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നീതി ആയോഗിന് കഴിയുന്നുണ്ട്. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വർക്ക് വിത്ത് ദ സ്റ്റേറ്റ്സ് ടു പ്ലാൻ അവർ കൺട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനുകൾ കാര്യങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ മേക്ക് അവർ നേഷൻ സ്ട്രോങ് ആയിട്ട്, സ്റ്റേറ്റും നേഷനും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ വില്ലേജസിനൊക്കെ തന്നെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ തന്നെ. അതുപോലെ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും എക്കണോമിക് പോളിസീസിന് വേണ്ടിയിട്ടൊക്കെ പ്ലാൻസ് കൊണ്ടുവരിക. അതുപോലെ എക്കണോമിക് പ്രോഗ്രസ് ആവശ്യമുള്ള പീപ്പിൾസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്ലാൻസ് ആൻഡ് വാച്ച് ഹൗ ദ പോളിസീസ് ആർ വർക്കിംഗ്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ, അതിനെന്തോരം ആവശ്യങ്ങൾ ഇനി വരുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ, അതായത് പല ഗ്രൂപ്പ്സിനും എക്സ്പേർട്സിനൊക്കെ തന്നെ ഇടയിൽ ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക, പുതിയ ഐഡിയാസിനും ഇന്നോവേഷൻസിനൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ പല പാർട്സ് ഓഫ് ഗവൺമെൻറ്റ്സിലും ഉണ്ടാകുന്ന പ്രോബ്ലംസെ സോൾവ് ചെയ്യുക, നോളജും ഇൻഫോർമേഷനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ കീപ്പ് ആൻ ഐ ഹൗ പ്രോഗ്രാംസ് ആർ ഡൂയിങ് ആൻഡ് ഫൈൻഡ് ദ റിസോഴ്സസ് ദേ നീഡഡ്. എങ്ങനെയാണ് ഓരോ പ്രോഗ്രാംസും പ്ലാനിംഗ് ഒക്കെ നടക്കുന്നത്, അതിൻ്റെ റിസോഴ്സസ് ഒക്കെ തന്നെ ഏത് രീതിയിൽ അവർ ഫൈൻഡ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടിക്കുക.
ഫോക്കസ്ഡ് ഓൺ യൂസിങ് ബെറ്റർ ടെക്നോളജി ആൻഡ് ഇംപ്രൂവിങ് അവർ കാപ്പബിലിറ്റീസ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ 12 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ എക്കണോമിക്സിലെ എല്ലാ മൊഡ്യൂളുകളും ഏകദേശം എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി ഇതിൽ നിന്ന് വരാവുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യനും 10 മാർക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം.